ഹലോ, നമസ്കാരം. ലളിതം സുന്ദരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാനായിട്ട് കണ്ടുപിടിച്ച കുറച്ച് ടിപ്സായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നിസ്സാരമൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാവും. എന്നാലും പുതിയതായിട്ട് കല്യാണം കഴിച്ച പെൺകുട്ടികൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കുന്നവരാണ് അല്ലേ? അപ്പോൾ പലരുടെയും കയ്യിൽ പലതരത്തിലുള്ള ചപ്പാത്തി പലകയാണ് ഉള്ളത്. ഗ്രാനൈറ്റിൻ്റെ ഉണ്ട്, മാർബിളിൻ്റെ ഉണ്ട്, മരത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ മരം കൊണ്ടുള്ള ചപ്പാത്തി പലകയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതിങ്ങനെ കുത്താൻ തുടങ്ങി. കാരണം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞാൽ പിന്നെ അത് നനവ് അതിൽ കുത്തിപ്പിടിച്ച് അതിങ്ങനെ കുത്താനൊക്കെ തുടങ്ങും. പിന്നീട് പല മാർക്കറ്റിലൊക്കെ ഈ ചപ്പാത്തി ഷീറ്റൊക്കെ അവൈലബിളാണ്. പക്ഷെ അതൊന്നും എനിക്കത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. അങ്ങനെ സ്റ്റീലിൻ്റെ പലക ആക്കി. പല ടൈപ്പ് പ്രസ്സിങ് ആയിട്ടുള്ള ചപ്പാത്തി സ്റ്റോണൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ തട്ടിൽ പരത്തുമ്പോൾ പലരും പരാതി പറയാറുണ്ട്, അത് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഓടി നടക്കുന്നു നമ്മളിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഒട്ടും വിഷമിക്കണ്ട. ഒരു ന്യൂസ് പേപ്പർ അടിയിൽ വെച്ചിട്ട് ഈ ചപ്പാത്തി പരത്തി നോക്കൂ. നല്ല സുഖമായിട്ട് പരത്താൻ പറ്റും, ഓടി നടക്കില്ല കൗണ്ടർ ടോപ്പിൽ. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ചിരവ. അപ്പോൾ പലർക്കും നാളികേരം ചിരകാൻ ഭയങ്കര മടിയാണ്. കാരണം നിലത്തിരുന്നിട്ട് ചിരകുന്ന ചിരവയുണ്ട്, സ്റ്റൂളിൻ്റെ ടൈപ്പുണ്ട്, കൗണ്ടർ ടോപ്പിൽ സ്ക്രൂ ഉറപ്പിച്ചിട്ട് നമ്മൾ ചിരകുന്ന ചിരവയുണ്ട്, ചെയറിലിരിക്കുന്ന പോലത്തെ ചിരവയുണ്ട്, സാധാരണ ചിരവയുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നിലത്തിരുന്ന് ചിരകാനൊന്നും പറ്റണില്ല. കാരണം ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കാരണം ആർക്കും മുട്ടുമടക്കാനും ഒന്നിനും വയ്യല്ലോ. അപ്പോൾ എന്താ പറയുക, ഓരോ കാലമല്ലേ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളെ രൂപപ്പെടുത്തുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഹോം പ്ലസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ചിരവയാണത്. മൂവബിൾ ചിരവ എന്നാണ് ഞാൻ തന്നെ പേരിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താ ചെയ്യുക, കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിന് മേലെ ഈ ചിരവ വെക്കുക. അപ്പോൾ താൽക്കാലികമായിട്ട് ഈ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ തള്ളി വയ്ക്കാം. അപ്പോൾ ചിരവ ഇങ്ങനെ നീങ്ങൂല, നമുക്ക് നിന്നിട്ട് ഇങ്ങനെ ചിരകും ചെയ്യാം. അപ്പോൾ മരത്തിൻ്റെ ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അത് എൻ്റെ കയ്യിലുള്ളത് സ്റ്റീലിൻ്റെയാണ് കേട്ടോ. അപ്പോൾ സുന്ദരമായിട്ട് ചിരകാം. അപ്പോൾ നാളേരം ചിരകാൻ ഇനി ആരും മടിക്കൊന്നും വേണ്ട. പിന്നെ അടുത്ത ഞാൻ കണ്ടുപിടിച്ചൊരു ടിപ്പ്, തക്കാളി ചിലരൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ടാവും, ചിലർ പുറത്ത് വെക്കാറുണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കരുതെന്നാണ് പറയണത് തക്കാളി. ഞാനൊക്കെ പണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്, ഈ അടുത്ത കാലം വരെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എത്ര പച്ച തക്കാളി വെച്ചാലും അത് ചീഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് നാട്ടിൽ വന്നപ്പോഴാണ് ഈ ഒരു സ്ഥിതിവിശേഷം നമ്മൾ ശ്രദ്ധിച്ചത്. 1 കിലോ തക്കാളിയൊക്കെ വാങ്ങിയിട്ട് എത്ര പച്ച തക്കാളി വാങ്ങിച്ചാലും അത് നമ്മൾ ചീഞ്ഞ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഒരു പ്ലേറ്റിൽ ഞാനിങ്ങനെ അതിൻ്റെ ഞെട്ട് താഴേക്കാക്കിയിട്ട് ഇങ്ങനെ പരത്തി വെച്ചു. തക്കാളിയുടെ ഞെട്ട് താഴേക്കാക്കിയിട്ട് പ്ലേറ്റിൽ പരത്തി വയ്ക്കുക. അപ്പോൾ കുറേ നാളിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തോന്നണ ഓരോരോ ടിപ്പാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ മുമ്പിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്തതായിട്ട് കറിവേപ്പില സൂക്ഷിക്കേണ്ട വിധം. അപ്പോൾ കറിവേപ്പില ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വിദേശത്തായിരുന്നപ്പോൾ ഒരു പാക്കറ്റ് കറിവേപ്പിലയ്ക്ക് 90 പൈസയൊക്കെയാണ് വില. അത് കുറേ നാളിങ്ങനെ നിൽക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ അതിൻ്റെ അടിയിലെ ഭാഗമൊക്കെ ഇങ്ങനെ കറുപ്പ് നിറമാകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അതെടുത്ത് ഉണക്കി, കാരണം നമുക്ക് നാട്ടിലത്തെ പോലെയൊന്നും അവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ഈ പാക്കറ്റ് പരമാവധി യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ നമ്മളത് ഉണക്കി പൊടിച്ച് കുപ്പിയിലാക്കിയിട്ടൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നല്ല കറിവേപ്പിലയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്കത് സൂക്ഷിക്കാം. ചെറിയൊരു ബ്രാഞ്ച് കറിവേപ്പില പൊട്ടിച്ചിട്ട് അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് ഇലകൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ പാഴ്സൽ ബോക്സൊക്കെ കിട്ടില്ലേ, അതിലൊരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ നിരത്തി വയ്ക്കുക. അതായത് ഇല ഇങ്ങനെ ഉരിഞ്ഞെടുക്കരുത്. അതിൻ്റെ ചെറിയ ബ്രാഞ്ച് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ആ കറിവേപ്പിൻ്റെ തണ്ടോട് കൂടിയിട്ട് തന്നെ വെച്ചോളൂ. അപ്പോൾ ആദ്യമൊക്കെ കഴുകി വെള്ളം വാർത്തിട്ട് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എന്താ പെട്ടെന്ന് ചീയാണ് അത്. അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ എന്ത് ചെയ്തു, അത് കഴുകാണ്ട് വെച്ചപ്പോൾ ഉണങ്ങി. ഫ്രിഡ്ജിൽ വെച്ചാലും അത് ഉണങ്ങണ ഒരു
അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അടുത്ത പണി ചെയ്തത് എന്താ, കറിവേപ്പില വെറുതെ പൈപ്പിൻ്റെ അടിയിലൊന്ന് പിടിച്ചൊന്ന് കുടഞ്ഞേ ഇതുപോലെ ടിഷ്യൂ ഈ ബോക്സിൽ വെച്ചിട്ട് ഇങ്ങനെ നിരത്തി വയ്ക്കുക. അത് സക്സസ്സായി, കുറേ നാൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ചില അമ്മമാർ വിചാരിക്കും വീട്ടിലിങ്ങനെ കറിവേപ്പില നിൽക്കുമ്പോൾ അതങ്ങ് ഫ്രഷായിട്ട് പൊട്ടിച്ചാൽ പോരെ, എന്തിനാ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സൂക്ഷിക്കില്ലേ എന്ന് ചില അമ്മമാർ വിചാരിക്കും. പക്ഷേ രാത്രിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെങ്ങനെ പൊട്ടിക്കും? പിന്നെ നമുക്ക് ഭയങ്കര ഓർമ്മശക്തിയാണല്ലോ. കാരണം കറി വയ്ക്കാൻ സമയത്താണ് നമ്മൾ അയ്യോ കറിവേപ്പില പൊട്ടിച്ചില്ല എന്ന് വിചാരിക്കുക. ഞാനൊക്കെ അങ്ങനെയാണ്, ചില സമയത്ത് അയ്യോ കറിവേപ്പില ഇല്ല എന്ന് വിചാരിക്കണം രാത്രിയൊക്കെ. അതുപോലെ ഇടി മഴയൊക്കെയുള്ള രാത്രിയിലാണെങ്കിൽ നമുക്ക് കറിവേപ്പില പൊട്ടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം. അടുത്തതായിട്ട് കണ്ടുപിടിച്ച ടിപ്പ് ഗ്രൈൻഡറിൻ്റെ കല്ല് ക്ലീൻ ചെയ്യണതാണ്. എല്ലാവരെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭാരിച്ച പണിയാണത്. ഗ്രൈൻഡറിൻ്റെ കല്ല് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാവരും മിക്സി ആശ്രയിക്കുക. ഗ്രൈൻഡറൊക്കെ അവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും, ഈ കല്ല് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് പലരും അത് ഉപയോഗിക്കാതെ മിക്സിയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ടേബിൾ ടോപ്പ് ആയതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. കല്ല് ക്ലീൻ ചെയ്യാൻ എളുപ്പവഴി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ഈ ഫ്ലാസ്ക് കഴുകുന്ന ബ്രഷ് ഉണ്ടല്ലോ, അത് പഴയതായാലും മതി, അതെടുക്കുക. പുതിയതായാലും കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ പഴയതൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ ഫ്ലാസ്ക് കഴുകുന്ന ബ്രഷ്. അതുകൊണ്ട് കല്ലിൻ്റെ ഇടയിലെ മാവിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകാൻ പറ്റും. അങ്ങനെ ഉരച്ചിങ്ങനെ കഴുകാൻ പറ്റും. അപ്പോൾ ഈ കല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു ഭാരിച്ച പണിയായിട്ട് തോന്നുകയില്ല. അടുത്തത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വീട്ടിലാട്ടാറുണ്ടല്ലോ. അപ്പോൾ ഊറി വരുന്ന അത്രയും വെളിച്ചെണ്ണ വേറെ പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ പലരും പരാതി പറയുക അത് കാറുകയാണ്, ഇത്ര ദിവസങ്ങളൊന്നും ഇരിക്കണില്ല അങ്ങനെയൊക്കെ. ഒന്നും പേടിക്കണ്ട, ശർക്കരയോ കുരുമുളക് പൊടിച്ചതോ അല്ലെങ്കിൽ മുഴുവൻ കുരുമുളകോ ഒരു 4-5 മണിയൊക്കെ ഇട്ട് വയ്ക്കുക. ശർക്കര ഒരച്ചൊക്കെ ഇട്ടിട്ട് വയ്ക്കുക. വെളിച്ചെണ്ണ കാറുമില്ല, യാതൊന്നും പേടിക്കണ്ട. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ 5:15 അലാം അടിച്ചപ്പോഴാണ് ഓർത്തത് അയ്യോ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ചപ്പാത്തിക്ക് ഗ്രീൻ പീസ് വേണ്ടേ? ചെറുപയർ അത്ര ഇഷ്ടമല്ലേ ചപ്പാത്തിക്ക്. പിന്നെ കടലയാണെങ്കിൽ ഉള്ള ഈ പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ചിട്ട് അതിൽ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇതിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഗ്രീൻ പീസ് അല്ലാണ്ട് പൊന്നെ പൊട്ടറ്റോ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നല്ല വെള്ളം അങ്ങോട്ട് ചൂടാക്കിയിട്ട് അതിൽ ഈ ഗ്രീൻ പീസ് ഇട്ടിട്ട് ഒരു കാസറോളിൽ അങ്ങോട്ട് അടച്ചു വെച്ചു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ നമ്മൾ തലേ ദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട മാതിരത്തെ ഒരു അവസ്ഥയായി. എന്നിട്ട് സംശയം ഉണ്ടായിരുന്നു, എന്നാലും പിന്നെ കുക്കറിൽ വെച്ച് വേവിച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, 4 വിസിലിൽ സംഗതി നല്ല വെന്ത് പരുവായിട്ട് കിട്ടി. ഇത് തലേന്നിടാൻ മറന്നാലത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ തലേന്നിട്ടാൽ പിന്നെ ടെൻഷനൊന്നുമില്ലല്ലോ. പക്ഷേ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മളൊക്കെ മൾട്ടി ടാസ്ക്കേഴ്സാണ്. അപ്പോൾ ഇതിൽ പുരുഷന്മാർ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾക്ക് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് എന്തിന് തലേന്ന് നമ്മൾ കിടക്കുമ്പോൾ തൊട്ട് നമ്മുടെ മനസ്സിൽ നിരവധി പ്ലാനിങ്ങാണ്. അത് ചെയ്യണം, ഇത് ചെയ്യണം, നാളേക്ക് അത് ചെയ്യണം, മറ്റന്നാളേക്ക് അത് ചെയ്യണം. ഒരാഴ്ചത്തേക്കുള്ള പ്ലാനിങ് മുഴുവൻ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനിടയിലൊന്നും മറക്കുന്നത് തെറ്റൊന്നുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മറന്നു കഴിഞ്ഞാൽ അതിന് വഴിയുണ്ടെന്ന്. അടുത്തത് പലരും പറയാറുള്ള ഒരു പരാതിയായിരുന്നു മാവ് അരയ്ക്കുമ്പോൾ. അതിപ്പോൾ ഏത് അരി കൊണ്ട് അരച്ചാലും, ഞാനിവിടെ സാധാരണയായിട്ട് പച്ചരി ഉഴുന്നാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്, ഇപ്പം അരയ്ക്കണത്. കുറച്ച് ചോറ് അതിൻ്റെ കൂടെ അരയ്ക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ ചില അരിക്ക് വല്ലാത്ത ഒട്ടിപ്പിടുത്തമാണ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴായാലും ദോശ ഉണ്ടാക്കുമ്പോഴായാലും ഇങ്ങനെ ഒരു പശ അതിലിങ്ങനെ വരും. ഒരു എന്താ പറയുക അപ്പോൾ അതിന്, ഇങ്ങനെ ഒട്ടിപ്പിടുത്തം എന്ന് പറയില്ലേ, അങ്ങനെ വരും. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിയാലോ. ഒട്ടിപ്പിടുത്തല്ലാത്ത നല്ല നല്ല ദോശയും ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ നല്ല സുന്ദരമായിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ കുറച്ചുകൂടി കടന്ന് ചിന്തിച്ചിട്ട് അല്പം നെയ്യ് മിക്സ് ചെയ്ത് നോക്കി ദോശ ഉണ്ടാക്കുമ്പോൾ.
ഇഡലിക്ക് നമ്മൾ വെളിച്ചെണ്ണ മിക്സ് ചെയ്താൽ മതി. ദോശയ്ക്ക് നമ്മൾ നെയ്യ് മിക്സ് ചെയ്തിട്ടുണ്ടാക്കി നോക്കൂ. അപ്പോൾ നല്ല മൊരിഞ്ഞ നെയ്യ് റോസ്റ്റ് ഇങ്ങനെ വരുന്നു. നെയ്യ് നമ്മൾ വേറെ വരട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാനായിട്ട് കണ്ടുപിടിച്ച കുറച്ച് വളരെ നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാലും ആർക്കെങ്കിലും അതൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.